ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്റെ പേര് അതുള്ള സിനിമ അഡിക്റ്റഡ് ഡബ്ല്യൂലേക്ക് ഏവർക്കും സ്വാഗതം. പൊന്നു വച്ചന്മാര് രക്ഷയില്ല. ഷാജി പാപ്പന്റെയും പിള്ളേരുടെ മൂന്നാം വരവ് തകർത്തെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വരവായിപ്പോയി. ഇത്ര വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന വരവാണ്ടേ. എല്ലാവർക്കും പ്രായം, പുള്ളിയുടെ ഇന്റർവ്യൂ ഞാൻ കണ്ടായിരുന്നു. എല്ലാവർക്കും ഏജ് ആയി. അപ്പൊ അതുപോലെ തന്നെ കോമഡി ഒക്കെ വർക്കാവും, അല്ലെങ്കിൽ അവരുടെ മാനർസവും കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ ഉണ്ടാന്ന് പറയാൻ ഒരു ഇതായിരുന്നു. കാരണം അതുപോലെ ഇല്ലെങ്കിൽ ശരിക്കും വർക്കായാലായിരുന്നു ഒരു തോന്നലുണ്ടായിരുന്നു. പക്ഷെ അത് അതുപോലെ തന്നെ അവരെ എങ്ങനെയാണോ ആ ക്യാരക്ടറിനെ നമ്മള് ആള് വണ്ണിലും ടൂവിലും കണ്ടത് അതേപോലെ തന്നെ കൊടുത്തില്ലേ ശരിക്കും നമുക്ക് വർക്കായാല. പക്ഷെ അതുപോലെ ഇത്രയും വർഷം ഗ്യാപ്പ് ഒന്നല്ല. അപ്പൊ അങ്ങനെ വരുമ്പോ എങ്ങനെ ഏതൊക്കെ രീതിയിൽ അവരെ അഭിനയിച്ച് കാണിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിൽ ആ ക്യാരക്ടറിന് കൊടുക്കും എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു, ചിന്തയുണ്ടാവും. പക്ഷെ അത് പടം കണ്ടുകഴിഞ്ഞപ്പോ മാറി. അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്തു വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ഈ സിനിമ ഫസ്റ്റ്, അതായത് ആട് വൺ ഇറങ്ങിയ സമയത്ത് എനിക്ക് അന്ന് 10ലോ +2ലോ മറ്റോ പഠിക്കുന്ന ടൈമാണ്. അപ്പൊ ആ സമയത്ത് നമ്മൾ ഇതേപോലെ പടം കാണാൻ, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പോയി തിയേറ്ററിൽ പോയി കാണണമെങ്കിൽ തന്നെ നമ്മുടെ വീട്ടുകാരുടെ ചേട്ടന്മാരെയൊക്കെ ചോദിക്കേണ്ടി വന്നു. അന്ന് എന്തോ കാരണം വെച്ചാൽ നമുക്ക് പോകാൻ പറ്റിയില്ല. അതുപോലെ തന്നെ സെക്കൻഡ് ഇറങ്ങിയപ്പോഴും ഇതുപോലെ തന്നെ കാരണങ്ങൾ വന്ന് പോകാൻ പറ്റിയില്ല. അത് രണ്ടും നമ്മൾ ടിവിയില അല്ലെങ്കിൽ ഫോണിലൊക്കെ നമ്മൾ കണ്ടത്. പിന്നെ തേർഡ് വന്നപ്പോ നമ്മൾ സ്വന്തമായിട്ട്, അല്ലെങ്കിൽ പഠിക്കണ ടൈമായി. അതായത് എന്നാ ടൈം ലൈന് നോക്കണം കേട്ടോ. പഠിച്ചോണ്ടിരുന്നപ്പോ ഇറങ്ങിയ ഒരു മൂവിയാണ്. അതിന്റെ ഫസ്റ്റും സെക്കൻഡും തേർഡും ഇപ്പൊ നമ്മുടെ ഓരോരോ കാലഘട്ടത്തിലൂടെ കടന്നു പോയെന്ന് പറഞ്ഞാൽ മതി. പിന്നെ ഭയങ്കര സന്തോഷം. അത് കാരണം നമ്മുടെ സ്വന്തം പൈസക്ക് തന്നെ പോയി പടം ഫസ്റ്റ് പോയി കാണാൻ പറ്റി. അത് ഭയങ്കര സന്തോഷമുണ്ട്. ഫസ്റ്റ് സെക്കൻഡ് സത്യം പറഞ്ഞാൽ തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ല. ആ ശരിക്കും സങ്കടം ഉണ്ടായ കാര്യമാണ്. അത് അത്രക്ക് നല്ലപോലെ വർക്കായ ക്യാരക്ടറാണ് ഷാജി പാപ്പനും സർവത്ത് സമീറും, അതായത് ഡ്യൂഡും, പിന്നെ സാത്തൻ സേവർ, ഇവരൊക്കെ ഒരുമിച്ച് വന്ന്, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മലയാളത്തില് ഒരു പടം കണ്ടിട്ടില്ല. എനിക്ക് ഓരോരുത്തർക്കും ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഇൻട്രോ ബിജിഎമ്മും ഒക്കെ കൊടുത്തിട്ട് നല്ലൊരു കിടിലം പടം. അത് ഉള്ളു പാക്ഡ് കോമഡി എന്റർടൈനർ, അങ്ങനത്തെ ടൈപ്പ് മൂവി കണ്ടിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചപ്പാട്, അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള പടം നമ്മൾ കണ്ടാണ് ആട് 1. അത് അതിന്റെ തന്നെ തുടർച്ചയായിട്ട് സെക്കൻഡ് വന്നപ്പോൾ ഇതുപോലെ തന്നെ കിടിലായിട്ട് തന്നെ മേക്ക് ചെയ്ത് അത് അത്ര അതിനെക്കാട്ടും ഒരുപടി മാർക്കായ പടമാണ് അത്. ഇപ്പൊ തേർഡ് വന്നിറങ്ങിയപ്പോ ഫസ്റ്റ് ഡേ, അപ്പൊ നമ്മൾ ഈ ചാനൽ തുടങ്ങിയപ്പോ ഞാൻ അറിയാലോ, ഫസ്റ്റ് ഡേ എങ്ങനെയും പോയി ലീവും പറഞ്ഞ് നമ്മള് 2 പടമാണ്. ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി ദുരന്തരം കാണാൻ പോകാനായിട്ട്. അപ്പൊ ഇതും കണ്ടിട്ട് ഫസ്റ്റ് നമ്മൾ മലയാളം പടം അതേ ഫസ്റ്റ് വാച്ച് അതേ പോകണമെന്ന് ഒരാഴ്ച മുമ്പേ പടം ബുക്ക് ചെയ്ത് അത് തന്നെ പോയി കണ്ട് വന്നവിടെ ഇരിക്കുകയാണ്. ഓഹ്, എന്താ പറയാ, ഇത് കിടിലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല. അത് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആണ് കേട്ടോ. അത് ഈ ഓരോരുത്തർക്കുള്ള ബീജമും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാക്കണമെങ്കിൽ തിയേറ്റർ തന്നെ പോകണം. അതെനിക്ക് പറയാനുള്ളത്. മസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ സെൻട്രൽ സീറ്റ് അല്ലെ മാക്സിമം നോക്കുക. അത് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത്രത്തോളം എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ മാക്സിമം എല്ലാ സിനിമകളും മസ്റ്റ് സെൻട്രൽ സീറ്റ് കിട്ടാൻ നോക്കും. എന്നിട്ട് ഞാൻ പോയി കാണാറുള്ളത്. അങ്ങനെ പോയി കാണാതിരിക്കാനായിരിക്കും ഇച്ചിരി ബെറ്റർ എന്ന് പറയണത്. പക്ഷെ മറ്റു സീറ്റുകളും നല്ലതെന്നല്ല, കൊള്ളിയരെന്നല്ല പറയണത്. സെൻട്രൽ സീറ്റ് കാണുമ്പോൾ ഇച്ചിരി കൂടി നല്ലപോലെ നമുക്ക് ആ സൗണ്ട് എക്സ്പീരിയൻസ് നല്ലപോലെ ചെയ്യാൻ പറ്റും. ഞാൻ എന്റെ അഭിപ്രായം മാത്രമാണ് പറയണത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾ പൈസ വഴിക്ക് ചെയ്യുക, അത് നിങ്ങളുടെ ഇഷ്ടത്തിന്, നിങ്ങളുടെ കാര്യം. എന്റെ അഭിപ്രായം മാത്രം പറയുന്നത്. സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ഒരു നമ്മള് ഫസ്റ്റ് സെക്കൻഡ് വന്നത് ഒരു പ്രത്യേക ഒരു കണ്ടന്റ്, അല്ലെങ്കിൽ അവര് എന്തൊരു കാര്യം തേടിപ്പോണ രീതിയിലാണ് ഫസ്റ്റിന്റെ അകത്തും സെക്കൻഡിന്റെ അകത്തും അവതരിപ്പിക്കുന്നത്. ഇത് ഇച്ചിരി വ്യത്യസ്തമായിട്ട് ഒരു ടൈം ട്രാവൽ എന്ന രീതിയിൽ അവര് ഓൾറെഡി, ഞാനിപ്പോ സ്പോയിലർ ചെയ്യല്ല, ഓൾറെഡി അവര് അതിന്റെ ഇന്റർവ്യൂവിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ടൈം ട്രാവൽ വ്യത്യസ്തമായിട്ടുള്ള കഥയാണ്. ഇനി ഇതിന്റെ ഒരു അടുത്തൊരു പാർട്ടും കൂടി വരാനുണ്ട്. അത് കിടിലായിട്ട് തന്നെ മേക്ക് ചെയ്യുന്ന തോന്നണത്. പക്ഷെ ഇത് കിടിലായത് നല്ലപോലെ ഫസ്റ്റ് സെക്കൻഡ് വന്ന പോലെയാണ്, നല്ലപോലെ ബഡ്ജറ്റ് ഇറക്കിയിട്ടുണ്ട്. കുറച്ച് ബഡ്ജറ്റ് അല്ല ഇറക്കിയിരിക്കുന്നത്, നല്ലപോലെ ബഡ്ജറ്റ് ഇറക്കിച്ചിരിക്കുന്ന പടമാണിത്. അപ്പൊ അതേപോലെ തന്നെ നമ്മള് ആൾക്കാർ, ഓഡിയൻസ് എല്ലാം നല്ലപോലെ തിയേറ്ററിൽ പോയി കണ്ടാലേ അവർക്ക് അത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ എനിക്ക് തോന്നുന്നത്. പക്ഷെ അത്രമാത്രം ഫണ്ട് ഇറക്കിയിട്ടുണ്ടെന്ന് പറയാം. അത് രണ്ട് വ്യത്യസ്ത കാലഘട്ടത്തിൽ, അത് ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവുന്നത്. രണ്ട് വ്യത്യസ്ത തലം ടൈം ലൈനിൽ നടക്കുന്ന കഥയാണ് ഇതിന്റെ അകത്ത് മെയിനായിട്ട് കാണിക്കുന്നത്. ട്രെയിലർ കണ്ടവർക്ക് മനസ്സിലാവും. അപ്പൊ അത് ഒരു മനസ്സ് വെച്ച് നമ്മൾ പോവുക. എന്നാലും നല്ലപോലെ ഞാനത് ഏത് രീതിയിലായിരിക്കും അവരെ അവതരിപ്പിക്കുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും നമുക്ക് വർക്ക് ആകുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു മൈൻഡിലാണ് ഞാൻ പോയി കണ്ടത്. സാധാരണ അങ്ങനത്തെ പടമൊക്കെ കൂടുതലും നല്ലപോലെ ഡയറക്ഷനും ഒക്കെ ചെയ്തില്ലെങ്കിൽ നമുക്കൊന്നും വർക്കായില്ലെന്ന് വരും. അപ്പൊ അതുപോലത്തെ ടൈപ്പ് ഒരു കഥയാണ്.
പക്ഷേ നമ്മള് അതിന്റെ ഇടയ്ക്ക് കോമഡി ഷാജി പാപ്പന്റെ സർവ്വത്തിന്റെ ആരൊക്കെ കോമഡിയും കാര്യങ്ങളൊക്കെ വെച്ച് നല്ലപോലെ നമ്മൾ ചിരിപ്പിച്ചും ഒക്കെ എന്നാലും മെയിനായിട്ട് ഒരു കാരണം അല്ലെ ഒരു വിഷയത്തെ ഒരു ആസ്പദമാക്കി പോകുന്നുണ്ടായിരുന്ന സൈഡിൽ കൂടി ഇപ്പുറത്ത് അതിന്റെ കോമഡി നല്ലപോലെ വർക്കായി നല്ലപോലെ നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് മസ്റ്റ് ആട്ടോ അത് നല്ല ക്രൗഡ് അല്ലെങ്കിൽ നല്ല ഒരു ഓഡിയൻസോടെ നല്ല പോലെ ഉള്ള ഓഡിയൻസ് മസ്റ്റ് കേട്ടോ അത് മെയിൻ കാര്യം നല്ല ഓഡിയൻസ് ഉണ്ടെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് കാണാൻ നല്ല ചിരിച്ചും കളിച്ചും അടിച്ചടമ്പായിട്ട് വന്നവരുടെ കാര്യം അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് നല്ല ഓഡിയൻസിന്റെ ഒക്കെ കൂടെ വരുന്ന പടം കാണിയാൽ നല്ലപോലെ വർക്കാവും അത് തന്നെ പറയാനുള്ള പടത്തിന്റെ ഡയറക്ടർ മിഥുൻ മാനുവൽ തോമസ് എന്റെ ബ്രോ എന്താണ് കാണിച്ചിരിക്കുന്നത് ഇതില് ഇതുപോലെ തന്നെ പടത്തിന്റെ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന പറഞ്ഞ ഒരു പോസ്റ്റ് ഇട്ടായിരുന്നു ഞാൻ ഓർത്തിനി ഈ അടുത്തൊന്നും കാണത്തില്ല മയത്തിലൊക്കെ ഇനി വരുവാണ് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആയ ഞാൻ പ്രൊഡക്ഷൻ വർക്ക് പ്രീ പ്രൊഡക്ഷൻ അങ്ങനെയൊക്കെ കുറെ വർക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പൊ താമസിക്കുന്നൊക്കെ എടുത്തു ഇത്രയും പെട്ടെന്ന് ഒരു പടം കംപ്ലീറ്റ് ആണെങ്കിൽ ചെയ്യുമെന്ന് നമ്മൾ ഒരു ഒട്ടും പ്രതീക്ഷയില്ല പുള്ളി തന്നെയാണ് റൈറ്റും ചെയ്തിരിക്കുന്നത് പടത്തിന്റെ പ്രൊഡക്ഷൻ വന്നിരിക്കുന്നത് വിജയ് ബാബു ഗോപകുമാർ വേണു എന്നിവർ ചേർന്നാണ് പടത്തിന്റെ പ്രൊഡക്ഷൻ കമ്പോസ് ചെയ്തിരിക്കുന്നത് ഷാൻ റഹ്മാനും ആണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി എന്റെ പൊന്നു മച്ചാനെ ഒരു രക്ഷയില്ല അഖിൽ ചോർജും വിഷ്ണു കൂടിയാണ് സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്നത് സിനിമാറ്റോഗ്രഫി എഡിറ്റഡ് ബൈ ലിജോ പോൾ ഒരു രക്ഷയില്ലെന്ന് തന്നെ പറയാം പക്ഷെ ഈ എഡിറ്റിങ്ങും കൂടി ഇല്ലാന്നെങ്കിൽ എഡിറ്റിങ് നല്ലൊരു ഒരാളുടെ കയ്യിൽ എല്ലാം കിട്ടിയിരുന്നെങ്കിൽ പടം ഒട്ടും മറക്കാലെന്ന് പറയാം അത് അത് രണ്ട് ടൈം ലൈനിൽ നടക്കുന്ന പടമായതുകൊണ്ട് അതായത് അത് രണ്ടും ഒരേപോലെ തന്നെ ഒരേ ടൈം ഇപ്പൊ ഈ ടൈമിൽ ഇങ്ങനെ ഒരു കഥ നടക്കുന്നു അപ്പുറത്ത് വേറെ ടൈമിൽ അങ്ങനെ നടക്കുക രണ്ടും ഒരേപോലെ തന്നെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് എല്ലാം പക്കയായിട്ട് വന്നില്ലെങ്കിൽ പടം ശരിക്കും വർക്കായാലും തന്നെ വരാം അത് നല്ല അടിപൊളിയായിട്ട് പുള്ളി ചെയ്യിച്ചിട്ടുണ്ട് പിന്നെ സൗണ്ട് ഡിപ്പാർട്ട്മെന്റ് കിഷാൻ മോഹൻ പിന്നെ അങ്ങനെയൊക്കെ എഫക്റ്റ് ആനന്ദ് കൃഷ്ണൻ രാഹുൽ കൃഷ്ണൻ ശ്രീകുട്ടൻ അങ്ങനെയാണ് വിഷ്വൽ എഫക്റ്റിന്റെ കാര്യങ്ങളൊക്കെ വരുന്നത് മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് മനു മനേഷ് അനിൽ രാജീവ് എന്നൊക്കെ മ്യൂസിക് ഡിപ്പാർട്ട്മെന്റ് എന്നിങ്ങനെയൊക്കെയാണ് ക്രൂ ഡിപ്പാർട്ട്മെന്റ് വരുന്നത് ഞാൻ അടുത്തായി പറയുന്ന പടത്തിൽ അഭിനയിച്ചിരിക്കുന്നത് ഫസ്റ്റ് തന്നെ ജയസൂര്യ ഷാജി പാപ്പൻ ആ മീശയില് ആ ഒരു കിടലൻ ഇയാള് സത്യം പറഞ്ഞ ഓരോ പടത്തിലും വ്യത്യസ്തമായ കോസ്റ്റ്യൂമാണ് അത് ആ ഒരു കാലഘട്ടത്തിൽ ഭയങ്കര ട്രെൻഡിങ്ങിലായിട്ട് സെക്കൻഡ് ആണെങ്കിൽ ഒരു ഡബിൾ കളർ മുണ്ടിറക്കി ഇതില് ഇച്ചിരി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കിടലൻ കോസ്റ്റ്യൂമിലാണ് ഇതിലും വന്നത് അടിപൊളി ആ ലുക്കിലും മീശയിലൊക്കെ വന്ന ഷാജിപ്പാപ്പൻ ഗെറ്റപ്പിൽ ബാക്ക്ഗ്രൗണ്ട് ഷാജിപ്പാപ്പന്റെ ബീജമായിട്ട് കിടലൻ എക്സ്പീരിയൻസ് തന്നെയാണ് സമ്മാനിച്ചത് പിന്നെ സെക്കൻഡ് പറഞ്ഞ വിജയ് ബാബു നമ്മുടെ സർവത്ത് ഷമീർ ഒരു രക്ഷയിലെന്ന് തന്നെ പറയാം സർവത്ത് ഷമീർ വന്നത് 60 അടി എല്ലാ പരിപാടിയും ഉണ്ട് വെച്ചാൽ ഒളിയാണ് രക്ഷയില്ല പിന്നെ സണ്ണിമേ നമ്മളെ ഷാജിപ്പാപ്പന്റെ ക്യാരക്ടർ ഈ പടം ആട് മൂവി ഫ്രാഞ്ചൈസിയിൽ ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വർക്കായത് ഷാജിപ്പാപ്പൻ കഴിഞ്ഞിട്ടല്ലേ കേട്ടാ ഷാജിപ്പാപ്പൻ കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്യൂഡിനെക്കാട്ടും സണ്ണിമേനെ അഭിനയിച്ചത് സാത്താം സേവിയർ എന്ന ക്യാരക്ടറാണ് എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് പിന്നെ ഫസ്റ്റ് അതിനകത്ത് കഴിഞ്ഞിട്ട് പറഞ്ഞ വിനായകൻ ഡ്യൂഡ് അടിപൊളി രക്ഷയില്ലെന്ന് തന്നെ പറയാം ഡ്യൂഡായിട്ട് വന്നിട്ട് എന്റെ മച്ചാനെ സെക്കൻഡ് അകത്ത് വന്നോട്ട് പാപ്പട്ടനായിട്ട് വന്നിട്ട് പിന്നെ അങ്ങോട്ട് കോട്ടൊക്കെ ഇട്ട് പെരുമാറ്റൊക്കെ ഡയലോഗ് ഗാനം വരാറുണ്ട് കിട്ടുവാണ് രക്ഷയിലെന്ന് പറയാം പിന്നെ ഷൈജു കുറുപ്പ് അപ്പു അറക്കലപ്പു ഒരു രക്ഷയില്ല പിന്നെ ധർമ്മജം മുൾഗാട്ടി ആ ക്യാരക്ടർ എനിക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു പടം കാണാൻ പോകുമ്പോ ധർമ്മജം മുൾഗാട്ടി ബാക്കി എല്ലാവരും എനിക്ക് അത് വെച്ചാൽ എനിക്ക് ഓക്കെ ആണെന്നുള്ള മൈൻഡ് പക്ഷെ എന്താന്ന് എനിക്ക് തോന്നിയെന്ന് അറിയാമല്ല പുള്ളിയുടെ ആ സച്ചിൻ ക്ലീറ്റസ് എന്ന ആ ക്യാരക്ടർ ഇത്ര നല്ലപോലെ ചെയ്യുമെന്നൊരു ഡൗട്ട് ഉണ്ടാവും പുള്ളിക്ക് ഈ അടുത്ത് അങ്ങനെ കുറെ നാളായി കോമഡി പടം കാര്യങ്ങളൊക്കെ വന്നിട്ട് അല്ല അങ്ങനെ എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയാട്ടാ പുള്ളി അങ്ങനെ ഏത് രീതി ചെയ്യുമെന്നുള്ള ഡൗട്ട് ഉണ്ടാവും പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ വിചാരിച്ചിട്ട് പോയത് അത്യം പണ്ടത്തെ ഫസ്റ്റ് ആട് വണ്ണില് അത്ര നല്ല കോമഡിയും കാര്യങ്ങളും വർക്കായാല എന്നുള്ള മൈൻഡാണ് പോയത് പക്ഷെ ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതില്ലെന്ന് പറയാം പിന്നെ ഹരികൃഷ്ണൻ ഭഗത് ബേബി മാനുവൽ എല്ലാരും തകർത്ത് അഭിനയിച്ചിട്ട് പോയിട്ടുണ്ട് പാപ്പനും പിള്ളേരുടെ ഒരു നാലാമത്തെ ഒരു വരവും കൂടി ഉണ്ട് ഈ തേടിന്റെ സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞാണ് അവര് കാണിച്ചിരിക്കുന്നത് അതൊരു കിടലൊക്കെ തന്നെ ആയിരിക്കും അത് ഒരു വ്യത്യസ്തമായിട്ട് അത് കുറച്ച് സീൻ മാത്രമായിട്ട് കാണിച്ചിട്ടുണ്ട് അത് എന്തായാലും അടിപൊളിയായിട്ട് വരുമെന്ന് വിശ്വസിക്കുന്നു
അപ്പൊ ഇത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവരും പോയി പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. അടിപൊളി പടമാണ്. എല്ലാവരെയും അഭിപ്രായം ഉണ്ടെങ്കിൽ എന്താ വെച്ചാൽ പടം കണ്ടിട്ട് പടത്തിന്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയാ. ഓക്കെ ഗൈസ്.